ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം എടുക്കാം. യിരെമ്യാ 12 ഒന്ന് തുടങ്ങിയിട്ട് 5 വരെ. യിരെമ്യാ 12-ാം അധ്യായം 1 തുടങ്ങിയിട്ട് 5 വരെ വായിച്ചു. യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായി, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെ നീ നിർഭയന്മാരായിരിക്കുന്നത് എന്ത്? നീ അവരെ നട്ടു, അവർ വേരൂന്നി വളർന്നു ഫലം കായ്ക്കുന്നു. അവരുടെ വായിൽ നീ സമീപസ്ഥനായും അന്തരംഗത്തിൽ ദൂരസ്ഥനായും ഇരിക്കുന്നു. എന്നാൽ യഹോവേ, എന്നെ നീ അറിയുന്നു. നീ എന്നെ കണ്ട് നിന്റെ സന്ധിയിൽ എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ അവരെ വലിച്ചിഴക്കണമേ. കുലദോഷത്തിനായി അവരെ വേർതിരിക്കണമേ. ദേശം ദുഃഖിക്കുന്നതും നിലത്തിലെ സസ്യമൊക്കെയും വാടുന്നതും എത്രത്തോളം! പക്ഷികളും നശിച്ചു പോകുന്നു. ഇവൻ ഞങ്ങളുടെ അന്ത്യാവസ്ഥ കാണുകയില്ല എന്ന് അവർ പറയുന്നു. കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? നീ സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു. എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? മതി സിസ്റ്റർ. ആ വചനമാണ് ദൈവത്തിന് ആത്മ ഇടപെട്ടെന്ന് വെച്ചാൽ, കാലാളുകളുടെ കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചപ്പോൾ കുതിരകളോട് എങ്ങനെ ഓടും? എങ്ങനെ മത്സരിച്ചു? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയരായിരിക്കുന്നു. എന്നാൽ യോർദാൻ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അപ്പൊ ദൈവത്തോട് നമ്മൾ ചില സമയത്തൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, പരാതി പറയും, പരിഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം തിരിച്ച് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇങ്ങനെ. ഹല്ലേലൂയ. കാരണം ഇപ്പൊ ഉള്ളത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ, ഇനി എന്താ പറയാ, അടുത്ത മെയിൻ ആയിട്ട് വരാനിരിക്കുന്നേ ഉള്ളെന്ന് പറയുന്ന പോലെയാണ്. ഹല്ലേലൂയ. ചില കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ യെരമ്യാ അതുപോലെ ദൈവത്തോടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് യെരമ്യാന്. പക്ഷെ പിന്നീട് നമ്മളിങ്ങോട്ട് കാണും യെരമ്യാന്റെ ജീവിതത്തിൽ അതിനെക്കാട്ടി വലിയ ഇതിലെ കൂടെ ഒക്കെ കടന്നു പോകുന്ന. ഹല്ലേലൂയ. അപ്പം യെരമ്യാ ദൈവത്തോട് ചോദ്യം ചോദിക്കും. യെരമ്യാ ആദ്യം തന്നെ പറയുന്ന കാര്യമേ, യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും. നമ്മളെ ദൈവത്തിന് ഒരിക്കലും, ദൈവത്തിന്റെ പക്കൽ ഒരിക്കലും അനീതിയില്ല. കാരണം നമ്മളെ ദൈവത്തോട് ഹല്ലേലൂയ വാദിച്ചാൽ ദൈവം നീതിമാനായിരിക്കും, അതിനകത്ത് ഒരു സംശയമില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം സകലതും ചെയ്യുന്നത് നന്മയ്ക്ക് വേണ്ടി മാത്രം. നമുക്കറിയാം നീതിയോടാണെന്ന്, ന്യായത്തോടാണെന്നില്ല. പക്ഷെ നമുക്ക് ചിലപ്പോ കാണുമ്പോൾ തോന്നും, അത് യെരമ്യാ പറഞ്ഞ കണക്ക്, ഇതെന്തൊരു തിന്മയാണല്ലോ എന്റെ ജീവിതത്തിലേക്ക് വന്നത്, കാരണം മറ്റുള്ളവരെയൊക്കെ നോക്കുന്നൊക്കെ പറയുന്ന പോലെ. യെരമ്യാ പറഞ്ഞ ഹല്ലേലൂയ. എങ്കിലും ഞാൻ ന്യായങ്ങളെ കുറിച്ച് നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ യോബ് പറഞ്ഞു, ഞാൻ ദൈവത്തെ കാണുമ്പോൾ എന്റെ കണ്ണാൽ കാപ്പ് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ ഇവിടെ യെരമ്യാ ചോദിക്കും, എന്നാലും ഞാൻ നിന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ദുഷ്ടന്മാർ വഴി ശുഭമായിരിക്കാൻ സംഗതിയുണ്ട്, ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെ നിർഭയന്മാരായിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കും തോന്നാറുണ്ടല്ലോ, ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, അവരെ നോക്കി ഇവരെ നോക്കി, ഹല്ലേലൂയ, ഒരു ന്യായമില്ല, ഒരു നീതിയില്ല, ജീവിതത്തിൽ വിശുദ്ധിയില്ല. പക്ഷേ ഹല്ലേലൂയ അവർക്കൊക്കെ ഒരു കുഴപ്പമില്ല, അവരൊക്കെ പോകുന്ന പോക്ക് കണ്ടില്ലേ. നമ്മളിവിടെ കിടന്ന് നമ്മുടെ മലയാളക്കാരുടെ ഭാഷയിൽ പറഞ്ഞ കട്ടയം പടം അടിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആ കാര്യം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മളിങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നത് സന്തുഷ്ടമായ ശുഭ സംഗതിയുണ്ട്. ആമേൻ. അടുത്ത ചോദിക്കുന്നത്, ദ്രോഹം പ്രവർത്തിക്കുന്നവർക്ക് നിർഭയന്മാരായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദ്രോഹം പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നും ഹല്ലേലൂയ ഒരു ഭയവുമില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനിങ്ങനെ നമ്മുടെ സഹോദരനായിട്ട് ഞാൻ സംസാരിച്ചാൽ പറഞ്ഞ അല്ലെ, അന്ത്യകാല ഉണർവെന്നെല്ലാരും. പക്ഷെ ഉണർവിന് മുമ്പും ദൈവത്തിന്റെ ഒരു ന്യായവിധി വരും. ഹല്ലേലൂയ. ആ ന്യായവിധിയാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം. ഓരോ സ്ഥലങ്ങളിലും പ്രളയമായിട്ടും കൊടുങ്കാറ്റായിട്ടും പേമാരിയായിട്ടും ഒക്കെയായിട്ട് ഓരോ രാജ്യത്ത് നമ്മൾ ഇന്ന് ഇപ്പൊ ന്യൂസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓരോ രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ അടുപ്പിച്ചടുത്ത് നമ്മൾ കണ്ടായിരുന്നു ഒമാനിൽ പ്രളയം, അത് കഴിഞ്ഞ് സൗദി വന്നു, അത് UAE വന്നു, ചൈനയിൽ വന്നു, ഇപ്പൊ കഴിഞ്ഞ ദിവസം US പല ഭാഗത്തും കൊടുങ്കാറ്റും പേമാരി, ഇനി വളരെ വലിയ പ്രളയം വരുമെന്ന് ഫോർകാസ്റ്റ് ഒക്കെ നമ്മൾ കാണുക. അപ്പൊ ഓരോ സ്ഥലത്തും ഹല്ലേലൂയ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമാണ് ദൈവത്തിന്റെ. പക്ഷെ ഇത് കണ്ടിട്ട് പോലും ആർക്കും ഒരു കുലുക്കവും ഇല്ല.
അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന അപ്പൊ നീതിമാൻ ഇനി തന്നെ ഇത് നീതി അഴുക്കാടത് ഇനി അഴുക്കാടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും ഒരു കൂട്ടം ജനത്തിന് യാതൊരു വിചാരവുമില്ല. യാതൊരു പുനർചിന്തയിൽ അവരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെ അവർ പൊയ്ക്കൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. കാരണം ഇന്നലെ രാത്രി എനിക്ക് കിടക്കാൻ കിടന്നപ്പം നമ്മുടെ സാംബാസിന് ഒരു 10 മിനിറ്റുള്ളൊരു മെസ്സേജ് ഉണർവിനെ കുറിച്ച് പറഞ്ഞേക്കായിരുന്നു. അത് കേട്ടപ്പോ ഞാൻ മനസ്സിലോർത്ത് ശരിക്കും പറഞ്ഞാൽ അതാണ് ഉണർവ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണർവ് നടക്കാത്തതുകൊണ്ടാണ് ഇന്ന് ജനത്തിന് ഭയമില്ലാത്ത. കാരണം ഒരു മറാഠി സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞത്. അവര് മറാഠി ഹിന്ദു എന്തോ അവരുടെ ആ ഇതിൽ ജാതി ജനിച്ചതാണ്. എന്നിട്ട് അവർക്ക് ഒരു ദിവസം യേശുക്കത്തെ രാത്രി ദർശനത്തിൽ അവർക്ക് ദർശനം കണ്ടിട്ട് അവര് യേശുക്കത്താനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. യേശുക്കത്താനെ സ്വീകരിച്ചിട്ട് അവരങ്ങനെ ഇരിക്കുന്ന സമയം അവരുടെ വീട്ടുകാരൊക്കെ കൊല്ലാനൊക്കെ എത്രക്കോളം എതിർപ്പൊക്കെയാണ്. പക്ഷെ പുള്ളിക്കാർ പറയുന്നത് അവര് പാസ്റ്റർക്ക് പോകാൻ പറ്റപ്പോൾ നേരിട്ട് സംസാരിക്കുകയാണ്. അപ്പം ഇവർക്ക് വീട്ടുകാർ കൊല്ലാൻ നോക്കുന്ന പോലെ വഴക്ക് പറഞ്ഞു തോന്നും. പക്ഷെ അവർ എവിടെയെങ്കിലും നമുക്ക് പോയി താമസിക്കാം അല്ലെ മാറി നിൽക്കാന്നൊക്കെ. പക്ഷെ രാത്രിയാകും പുള്ളിക്കാരാണ് ഒരു ഭയങ്കര വലിയ ഭീമാകാരമായിട്ടുള്ള വ്യക്തികളൊക്കെ വന്നിട്ട് ഇവരെ കൊല്ലാനായിട്ട് അടുത്തേക്ക് വരുന്ന പോലെ ഇവർ കാണും. അപ്പോഴത്തേന് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവർക്ക് യേശു എങ്ങനെയാണെന്ന് ബൈബിൾ എന്താണെന്ന് ഒന്നും അറിയത്തില്ല. പക്ഷെ അവരവിടെ കിടന്നുകൊണ്ട് രാത്രി യേശുവിന്റെ നാമം യേശുവേ എന്ന് വിളിക്കുന്ന സമയത്ത് ഇവരെല്ലാം ചാരമായി മാറുന്ന പോലെ കാണുന്നുണ്ട്. അപ്പൊ ഇവർക്ക് മനസ്സിലായി യേശുവിന്റെ നാമത്തിന് പോലും ഭയങ്കര പവറാണെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. അങ്ങനെ ഇവര് പ്രാർത്ഥിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് വലിയ എതിർപ്പൊന്നുമില്ല. ഹസ്ബൻഡ് പക്ഷെ ഇതിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം ഹസ്ബൻഡ് ഇവരുടെ ജീവിതം കണ്ടപ്പോഴത്തേന് പുള്ളിക്ക് ഇതിലേക്ക് വന്ന് പിന്നെ അവര് സഭയിലേക്ക് കടന്നു. പക്ഷെ സഭയിൽ കടന്ന് ഇവർക്ക് ആ സന്തോഷം കിട്ടുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇവർക്ക് സംഭവിച്ചൊരു കാര്യം, ഒരിക്കലും ഇവര് ഹസ്ബൻഡും ഇവരും കൂടെ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഇവര് ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ നിന്ന് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ തൊട്ടടുത്ത് നിന്ന് ഒരു ഫാമിലിയിലെ സ്ത്രീ ഇവരെ കണ്ടപ്പോഴത്തേനും വല്ലാതെ ഇറിറ്റേറ്റഡ് ആകുന്നത്. അല്ല അപ്പൊ ഇവരത് ശ്രദ്ധിക്കാൻ ആദ്യം പോയില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവരിന്ന് ഇങ്ങനെ ആടാൻ തുടങ്ങി. അപ്പൊ അത് കഴിയുമ്പോഴത്തേനും ഹസ്ബൻഡ് അവരൊന്ന് ആടുന്നു. അപ്പൊ അത് കഴിയുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവർ വായിന്ന് നിറയും പതയൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് മനസ്സിലായത് അപ്പൊ ഈ പുള്ളിക്കാർ പറഞ്ഞു ഞാന് റെസ്റ്റോറന്റ് എല്ലാ ആൾക്കാരും ഇരിക്കണം. അപ്പൊ അവരുടെ അടുത്തേക്ക് പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹസ്ബൻഡിന് വേണ്ട. അപ്പൊ പക്ഷെ ഉള്ളിന്ന് പറഞ്ഞു ഇവരോട് യേശു പറഞ്ഞു ഓക്കെ നീ ചെന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഇവരടുത്തേക്ക് ചെന്നപ്പോഴത്തേന് ഈ സ്ത്രീ പറഞ്ഞു യേശു വരരുത്, എന്റെ അടുക്കലേക്ക് വരല്ലേ, എന്റെ അടുക്കലേക്ക് വരലും പറഞ്ഞു യേശു. അപ്പൊ ഇവരെ കാണുമ്പോൾ യേശുവിനെയാണ് പൈശാചിക ശക്തി കാണുന്നത്. ബാക്കി എല്ലാവരും ആ സ്ത്രീയെ കണ്ടും പൈശാചിക ശക്തി കണ്ടവരെയാണ്. പക്ഷേ ഇവർ അടുത്തേക്ക് ചെന്നു യേശുവിന്റെ നാമത്തിൽ വിട്ടുപോന്ന് പറഞ്ഞതും അവര് അടച്ചു കെട്ടി താഴെ വീണ് അവരിൽ നിന്ന് ഭൂതം വിട്ടുമാറി. അവര് ഭയങ്കരമായിട്ട് പക്ഷെ റെസ്റ്റോറന്റ് ആൾക്കാരൊക്കെ ആദ്യമേ ഇത് കണ്ടപ്പോഴത്തേക്കും എന്ത് പറ്റി, ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ പോകണം. പക്ഷേ അന്ന് സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ പിന്നീട് ആ റെസ്റ്റോറന്റ് അന്നത്തെ ദിവസം രാവിലെ 8 മണിക്ക് 10 മണിക്ക് അടയ്ക്കുന്ന റെസ്റ്റോറന്റ് പാതിരാത്രി വരെ നീണ്ടുപോയി. അവിടെ അന്ന് പിന്നെ ഫുഡൊന്നും അല്ല വിളമ്പിയത്. സകല മനുഷ്യരും യേശുവിനെ കുറിച്ചുള്ള കേൾക്കാനും അവിടെ സുവിശേഷ പ്രസംഗമാണെന്നത് അങ്ങനെ അനേക രക്ഷയിലേക്ക് വരാൻ ഇടയായെന്ന് പറഞ്ഞു. ഇതാണ് ഉണർവ്. ഹല്ലേലൂയ. നമ്മളൊരു ഹാളിനുള്ളിൽ കൂടിയിരുന്നിട്ട് നമ്മൾ ഉണർവ് പറയുന്നല്ലോ. ഉണർവ് നമ്മൾ ഓരോരുത്തരും ചെല്ലുന്ന സ്ഥലത്ത് ഭൂതങ്ങൾ വിട്ടുമാറിയ രോഗികൾ സൗഖ്യമാകുകയൊക്കെ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം പബ്ലിക്കിന്റെ ഇടയിൽ നടക്കുമ്പോൾ അത് ഉണർവാകുന്നു അല്ലെ. നമ്മള് തന്നെ കേടുന്ന സഭയ്ക്കകത്തിരുന്നിട്ട് എത്ര ഉണർവ് പറഞ്ഞാലും ഉണർവാകത്തില്ല. പക്ഷേ പബ്ലിക്കിന്റെ ഇടയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു അത്ഭുതം, ഒരു അടയാളം, ഭൂതങ്ങൾ നമ്മളെ കാണുമ്പോൾ തന്നെ അവരൊന്നും ചെയ്തില്ല. അവർ ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരുന്നല്ലോ. പക്ഷേ ഒരു ഭൂതമുള്ള സ്ത്രീയിൽ ഭൂതാത്മാവ് വരെ തിരിച്ചറിഞ്ഞ് ആ ഭൂതം അവസാനം ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്ന് എന്താ യേശു ഉള്ള ഒരു സ്ത്രീ അവിടെ ഇരുന്നപ്പോഴേക്ക് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും മാറുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഉണർവ് നടക്കത്തുള്ളൂ. അതുപോലെ ആയിരിക്കണം. ഇവിടെ ദുഷ്ടന്മാർക്ക് എന്തുകൊണ്ടാണ് അവരിപ്പോഴും അവര് നിർഭയരായിരിക്കുന്നവരെ കാര്യം വെച്ചാൽ അവരുടെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ദൈവമുള്ളവരെ അവർ കാണുന്നില്ല. വ്യത്യസ്തമായി നമ്മളിൽ ദൈവം ഉണ്ടോ എന്ന് ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ഞങ്ങൾ ദൈവത്തിന്റെ ആത്മായിരിക്കും നമ്മൾ പറയുമ്പോഴല്ല അവർ അറിയേണ്ടുന്നത്. ഹല്ലേലൂയ. അവർ അല്ലാണ്ട് അവർക്ക് കണ്ട് അറിയാൻ കഴിയണം. എനിക്ക് ഇന്നലെ രാത്രി അത് കേട്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ശരിക്കും പറഞ്ഞാൽ അതാണ് ശരി. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം. ഹല്ലേലൂയ. നമ്മളിലൊക്കെ ദൈവം ഇതുപോലെ പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവിന് നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ടോ?
ഇല്ല, അത് കൊടുക്കാത്തത് കൊണ്ടാണ് ദൈവം നമ്മളോട് അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ ആയിരിക്കുമ്പോൾ നമ്മൾ കടന്നു ചെല്ലും, നമ്മൾ നടക്കുമ്പോൾ, നമ്മളെ കാണുമ്പോൾ പൈശാചിക മണ്ഡലം തിരിച്ചറിയണം, ഈ വരുന്നത് ദൈവത്തിന്റെ മകളാണ് ആ ഹല്ലേലൂയ, അല്ലെങ്കിൽ മകനാണ്. എനിക്ക് ഇവരുടെ മുമ്പ് നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് വീട്ടോടിപ്പോണ യേശുക്കത്ത ഗദർദേശത്തേക്ക് കാല് വെച്ച സമയത്ത് ഹല്ലേലൂയ, എവിടെയോ കടന്ന പിശാചി ബാധിച്ച മനുഷ്യൻ ഓടി യേശുക്കത്തന്റെ കാൽക്കലേക്ക് വന്ന് മുട്ടുമടക്കിയിട്ട് ഹല്ലേലൂയ ആമേൻ അവിടെ ദൈവത്തിന്റെ പുത്രന എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടെ നിന്ന് മനുഷ്യരാരും തിരിച്ചറിയാൻ പറഞ്ഞ ആമേൻ അവിടെ സംബോധന ചെയ്യുന്ന പോലെ അങ്ങനെയാ ഹല്ലേലൂയ. അപ്പൊ അതുപോലെ പൈശാചിക മണ്ഡല കൂടെയുള്ള അവിടെ നിന്ന് ജനങ്ങൾ മുഴുവൻ അവരൊരു സ്ത്രീയായി കണ്ടപ്പോൾ, പക്ഷെ ഭൂതം കണ്ടത് ഭൂതം ബാധിച്ച സ്ത്രീ കണ്ടത് അല്ലെങ്കിൽ പൈശാചിക ശക്തി കണ്ടത് യേശുവായിട്ടാണ് കണ്ടത്. കാരണം നമ്മൾ പറയുന്ന മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നമ്മൾ ഇരിക്കുന്നു, പക്ഷേ എവിടെ ഇത് വെളിപ്പെടുന്നു? ഇത് വെളിപ്പെട്ടാൽ ഏത് ദുഷ്ടനും തിരിഞ്ഞു വരും. ഇന്ന് അവരെന്തുകൊണ്ടാണ് ദുഷ്ടത ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അവർ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാത്തത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റം വരാത്തത്? അവർ യേശുവിനെ കാണുന്നില്ല. അക്ഷരാർത്ഥത്തിൽ അവർ യേശുവിനെ കണ്ടുമുട്ടുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരും അതിന് വേണ്ടി. അപ്പൊ ഇവിടെ വചനം വായിച്ചപ്പെട്ടത് ഞാൻ ഓർത്ത് പറഞ്ഞത് അത് ഇവിടെ അവരെല്ലാം നിർഭയരായിരിക്കുകയാണ് ഇരിക്കുന്നത്. എന്നിട്ട് നീ അവരെ നട്ട് അവർ വേരൊന്ന് വളർന്ന് ഫലം കഴിക്കുന്നത്. അപ്പൊ അവരെ നട്ടിരിക്കുന്ന ആരാ? ദൈവം തന്നെ നട്ട് അല്ലെ? ഈ ലോകത്തിലെ സകല ജനവും ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ഭൂമി അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നത്. സകല അവിടെ പറഞ്ഞിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഇവിടെയുള്ള സകല ജനവും ദൈവത്തിനെ തന്നെയാണ്. അതുപോലെ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് സകലർക്ക് വേണ്ടിയാണ്. യേശു കർത്താവ് പരസ്യമായി നിർത്തിയത്. ആര് വിശ്വസിച്ചാൽ അവർക്ക് രക്ഷയിലേക്ക് വരാം. അപ്പൊ അപ്പൊ ഈ ജനം എല്ലാം ദൈവത്തിന്റെ തന്നെയാണ്. അപ്പൊ അവിടെ എല്ലാം അവർ നട്ടിരിക്കുന്ന എല്ലാം ദൈവം തന്നെയാണ് നട്ടിരിക്കുന്നത്. അവിടെ വീഴൊന്നിരിക്കുന്നത്, അവിടെ വാഴ സമീപസ്ഥനായ അന്തരംഗത്ത് ദൂരസ്ഥനായും ഇരിക്കുന്നത്. എല്ലാവരും ദൈവമേ വിളിക്കാറുണ്ട്, ദൈവത്തെ വിളിക്കാറുണ്ട്. അല്ല, നിരീശ്വരവാദികളായ പലരും ആരെങ്കിലും ഉണ്ടെങ്കിലോ ഉള്ളു. പക്ഷെ അതും പറയുന്നു, ഇപ്പൊ വലിയ മോളിൽ നിന്ന് താഴേക്ക് വീണോ ചിലർ ആക്സിഡന്റ് എന്തെങ്കിലും വന്നൊക്കെ അവരുടെ വായിന്ന് ആദ്യമേ വരും ദൈവമേ എന്ന്. പക്ഷെ എല്ലാവരും ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവരുടെ വായിൽ മാത്രമേ അതുള്ളൂ. ഹല്ലേലൂയ. അവര് വായിൽ സമീപസ്ഥരായിരിക്കും, പക്ഷെ ഹൃദയത്തിൽ ദൂരസ്ഥരായിരിക്കുന്നു. ഇവിടെ ഇസ്രായേൽ ജനത്തെ കുറിച്ച് അവർ പറയുന്നെങ്കിലും അവരെല്ലാവരും അതരം കൊണ്ട് യേശയ്യാ പ്രവാചകൻ പറയും, അതരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, പക്ഷെ ഹൃദയം എങ്കിൽ അകന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ അത് യേശു കർത്താവും പറയുന്നുണ്ട്, ഈ ജനം അതരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു. അപ്പൊ പലരുടെയും അതരത്തിൽ മാത്രമേ ദൈവത്തെ, പക്ഷെ ഹൃദയത്തിൽ ഒരുപാട് അകന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കൂട്ടം ജനത്തെ കുറിച്ചാണ് അവിടെ യെരമ്യാ കണ്ടിട്ട്. എന്നാൽ യഹോവേ, എന്നെ നീ അറിയുന്നു, നീ എന്നെ കണ്ടു, നിന്റെ സന്നിധി എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. അപ്പൊ ദൈവം ഇതൊക്കെ അവരൊക്കെ അങ്ങനെയാ, അതൊക്കെ ശരിയാ, പക്ഷെ നിനക്ക് എന്നെ അറിയാം. കാരണം നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത്. നമുക്കറിയാം നമ്മുടെ ഹൃദയം യഹോവയുടെ കയ്യിലിരിക്കുന്നു. അപ്പൊ യഹോവ ഇടയ്ക്കിടയ്ക്ക് തൂക്കി നോക്കുന്നു. അപ്പൊ ദൈവം അത് ശോധന ചെയ്യും. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ചിന്തനങ്ങളെയും വിചാരങ്ങളെയും എല്ലാം ദൈവം തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ആ ദൈവത്തിന് യെരമ്യാ പ്രവാചകൻ, ദൈവമേ നീ എന്നെ അറിയുന്നു. എന്നെ ഇവരൊക്കെ അങ്ങനെയൊക്കെ, പക്ഷെ നീ എന്നെ അറിയുന്നുണ്ട്, നീ എന്നെ ശോധന ചെയ്യുന്ന കാര്യം. കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ പറയും, കർത്താവേ നിനക്ക് അറിയാമല്ലോ എന്നെക്കുറിച്ച്, എന്റെ ഹൃദയത്തിലെ നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ എല്ലാം അറിയാം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ വിഷമിക്കുന്ന എന്തിനു വേണ്ടി, നമ്മൾ ദുഃഖിക്കുന്ന എന്തിനു വേണ്ടി, ഇതൊക്കെ ഞാൻ പലപ്പോഴും എന്റെ ജീവിതത്തിലെ ഭാരങ്ങളെക്കാട്ടി കൂടുതൽ ഓർത്തിട്ട് ഓരോരുത്തരും വിശ്വാസികളായ ജനം കാണിക്കുന്ന കണ്ടിട്ടൊക്കെ എനിക്ക് ഒത്തിരി സങ്കടം വരാറുണ്ട്. ഞാൻ ദൈവസന്നിധി വന്നിരുന്നിട്ട് ഇങ്ങനെ അതിനു വേണ്ടിയിട്ടൊക്കെ ഓർത്ത് കരയാറുണ്ട്. കാരണം വെച്ചാൽ വേറെ കൊണ്ടില്ല, നമുക്കത് കാണുമ്പോൾ സഹിക്കാൻ പറ്റും. കാരണം അവര് ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ അഭിഷിക്തരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് ഹൃദയത്തിൽ വലിയ വിഷമം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത് യെരമ്യാ പറഞ്ഞത്, നീ എന്റെ ഹൃദയത്തെ ശോധന, അറുപ്പാൽ ആടുകളെ പോലെ അവരെ വലിച്ചിട്ട്, എന്നിട്ട് അവരെ കുറിച്ച് പറയാം ദുഷ്ടന്മാരെ. പക്ഷെ നമുക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. യെരമ്യാവിന്റെ കാലത്ത് അതൊക്കെ പറയാം. ഹല്ലേലൂയ. അറുപ്പാൽ ആടുകളെ പോലെ നമുക്ക് അവരോട് കർത്താവെ അവരെ ചെയ്യുന്ന എന്താണെന്ന് അറിയുന്ന അവരോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കർത്താവ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് അതുപോലെ ആയതുകൊണ്ട്. ഹല്ലേലൂയ. അടുത്ത അവര് പല ദിവസത്തെ അവരെ വേർതിരിക്കണമേ എന്നൊക്കെ ആ ദേശത്തൊക്കെ നിരത്തിലെ സത്യമൊക്കെയും വാടിന് എത്രത്തോളം നിവാസികളിലെ ദുഷ്ടനിമിത്തം മൃഗങ്ങളും പശുക്കളും നശിച്ചു. അപ്പൊ കേട്ടോ, നിവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. കാരണം ഈ ഭൂമിയിലുള്ള സകലം ദൈവം ആർക്ക് വേണ്ടി സൃഷ്ടിച്ചത്? മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ആകാശത്തിലെ പക്ഷികളാണെങ്കിലും നമ്മളെ സമുദ്രത്തിലെ മത്സ്യമാണ്, ഇതെല്ലാം സൃഷ്ടിച്ച ദൈവം മനുഷ്യർക്ക് വേണ്ടിയാണ്. പക്ഷെ മനുഷ്യന്റെ ദുഷ്ടത വരുമ്പോ ഇതൊക്കെ നശിച്ചു പോകും. നമ്മൾ കാണാറില്ലേ, പലയിടത്തും കൃഷിയൊക്കെ നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. വലിയ പ്രളയമൊക്കെ വരുമ്പോ എന്തൊക്കെ സംഭവിക്കും? അവിടെ ഉള്ളതൊക്കെ നാശമായി നശിച്ചു പോകാറുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്റെ ദുഷ്ടത നിമിത്തം ഇതൊക്കെ വരുന്നത്.
ആൾക്കാർ വിചാരിക്കും കൊടുങ്കാറ്റും പേമാരിയൊക്കെ വരുമ്പോഴത്തേന് അതൊക്കെ ചുമ്മാ വരുന്നത്. പക്ഷെ അല്ല, അതൊക്കെ വരുമ്പോ എന്തോരം നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നറിയാം. ഇതെല്ലാം നശിച്ചു പോകാൻ കാരണം മനുഷ്യന്റെ ദുഷ്ടത നിമിത്തമാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവൻ ഞങ്ങളുടെ അന്ത്യ അവസ്ഥ കാണുകയില്ലെന്ന് അവർ പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങളിൽ ഇവര് ഞങ്ങളുടെ അന്ത്യാവസ്ഥ, ഇവൻ എന്ന് വെച്ചാൽ ഇവിടെ അന്ത്യാവസ്ഥ കാണുക. അപ്പൊ ദൈവം തിരിച്ചിങ്ങോട്ട് ഇരിമയാൻ ഇത്രയും പരാതിയൊക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചപ്പോ ദൈവം ഇങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാണ്. കാലാളുകളുടെ കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയി, കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? അപ്പം ഇപ്പൊ ഓടുന്നത് കാലാളുകളുടെ ഓടി കുതിരകളോട് ഓടാൻ നിൽക്കുന്നുള്ളു. ഇപ്പൊ നീ അങ്ങ് ക്ഷീണിച്ചു കഴിഞ്ഞ് കുതിരകളുടെ കൂടെ നീ എങ്ങനെ ഓടാൻ പോകുന്ന? ഹല്ലേലൂയ. അപ്പം ഇവിടെ അടുത്ത പറയുന്ന സമാധാനമുള്ള ദേശം നിർഭയനായിരിക്കുന്നാൽ യോർദാൻ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ഹാലേ. ഇപ്പം നീ ആയിരിക്കുന്നത് സമാധാനമുള്ള ഈ ഇപ്പൊ നീ കണ്ടതൊക്കെ വളരെ സമാധാനമുള്ള ദേശം. പക്ഷെ യോർദാൻ വൻകാട്ടിൽ അവിടെ ഹാലയിലെ വലിയ സിംഹങ്ങളും ഇതൊക്കെ ഉള്ള പോലെ സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ നീ എന്തോ ചെയ്യും? ഇപ്പോഴേ നീ ഭയപ്പെട്ടത് എന്തോ ചെയ്തു. അപ്പം ആമേ ഹാലലി. ഇവിടെ ദൈവത്തിന്റെ ചോദ്യം ഹാലലി ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ദൈവം നമ്മളോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഹാലലൂയ. അപ്പൊ ഇപ്പോഴേ നീ തളർന്നു പോയാൽ ഹല്ലേലൂയ, നീ ആമീ വലിയ കാര്യങ്ങൾ വരുമ്പോ നീ എന്താ ചെയ്യുക എന്ന് ഹല്ലേലൂയ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില പരീക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ദൈവം നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ഹല്ലേലൂയ ഇതൊക്കെ ആമീ ഇതൊക്കെ ഇതിനെക്കാട്ടൊക്കെ വലുതൊക്കെ ഫേസ് ചെയ്യേണ്ടിയുള്ള ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ആരും വിചാരിച്ചില്ല ഹല്ലേലൂയ ഇങ്ങനെയൊക്കെ ഹല്ലേലൂയ മുൻപോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയെ കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരുമെന്ന് വിചാരിച്ചാൽ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ദിവസം ചിന്തിക്കുമ്പോൾ ഞാൻ എന്നോട് ദൈവം പെട്ടെന്ന് യോസേഫിനെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഞാനിങ്ങനെ ശരിക്കും മനസ്സിലാക്കി, കർത്താവ് ശരിയായിരിക്കും അല്ലെ. ഇപ്പൊ ദൈവാത്മാവിനെ പറയാം യോസേഫ് ഹല്ലേലൂയ. നമ്മളെല്ലാരും വായിക്കുമ്പോൾ യോസേഫ് അവിടെയായിരുന്നു ഇവിടെയായിരുന്നു ഇങ്ങനെ പോയി ഹല്ലേലൂയ. നമ്മൾ ഭയങ്കര നല്ല കാരാഗ്രഹത്തിൽ കടന്നു ഹല്ലേലൂയ. അവിടെ നേരെ പോത്തിഫറിന്റെ കാരാഗ്രഹത്തിൽ നേരെ അങ്ങോട്ട് ഫറവോന്റെ അവിടുത്തെ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തി എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ ഈ യോസേഫിനെ പൊട്ടക്കിണറ്റിൽ എത്തി തുടങ്ങിയിട്ട് യോസേഫ് അവിടെ വരെ എത്തുന്ന സമയത്തുള്ള യോസേഫ് അനുഭവിച്ചു. യോസേഫ് എത്ര ദിവസം യോസേഫിന്റെ സഹോദരന്മാർ ചെയ്തതിനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടാവും? യോസേഫിന്റെ പിതാവിനെ കാണാത്തോണ്ട് കരഞ്ഞിട്ടുണ്ടാവും. ഹാലേലിയ. ഒറ്റയ്ക്കെന്ന്. കാരണം അവരെല്ലാവരും അത്ര ക്രൂരമായിട്ട് യോസേഫിനോട് പെരുമാറി. പക്ഷെ യോസേഫ് എത്രയോ ഓരോ അവസ്ഥയെ കൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ യോസേഫ് അവര് ഓർത്ത് അവരൊക്കെ ഇങ്ങനെ എന്തുകൊണ്ട് എന്നോട് ചെയ്തു, ഞാൻ എന്ത് തെറ്റ് അവരോട് ചെയ്തു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? യോസേഫ് ആർക്കാർക്കും ദ്രോഹം ചെയ്തിട്ടൊന്നും കാണുന്നില്ല. ആപ്പടെ അപ്പനോട് എന്നിട്ട് ഇവരെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് മാത്രമേ ഉള്ളൂ. അതന്ന് അന്നത്തെ പ്രായം അതായിരുന്നുണ്ട് ചിലപ്പോ. പക്ഷെ അല്ലാതെ യോസേഫ് ഒന്ന് ആലോചിച്ചു, ഇവർ ഇത്രത്തോളം ദുഷ്ടത എന്നോട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പെരുമാറാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ദൈവമേ എന്ന് ചോദിച്ചു എത്ര ദിവസങ്ങൾ ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാകും. ഹാലയിലെ കണ്ണുനീരോട് ദിവസം ഇരുന്നു. പക്ഷേ ഇത്രയെല്ലാം ദുഷ്ടത ചെയ്ത സഹോദരങ്ങളെ കണ്ടപ്പോ യോസഫ് അവരോടൊരിക്കലും ഹാലയിലിയ ഒരു ദുഷ്ടത തിരിച്ച് പ്രവർത്തിക്കുകയൊന്നും ചെയ്തില്ല. ഹാലയിലിയ. കാരണം വെച്ചാൽ യോസഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എഴുതിയിരിക്കുമ്പോൾ. കാരണം ദൈവമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും മറ്റൊരാളെ ദ്രോഹിക്കാൻ കഴിയത്തില്ല, മറ്റൊരാളെ വെറുക്കാൻ കഴിയത്തില്ല, മറ്റൊരാളോട് ദ്രോഹമായിട്ട് പെരുമാറാൻ കഴിയത്തില്ല. അതാണ് അതിൻ്റെ സത്യം. ഹാലേലൂയ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവമുള്ള മനുഷ്യരാണ്. ഹാലേലൂയ. നമ്മളിലൊക്കെ ദൈവമുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് ഇന്നത് ചെയ്യുന്നവരോട് ഇങ്ങോട്ട് ചെയ്യുന്നവരോട് അങ്ങോട്ട് പ്രതികാരം ചെയ്യാനോ അവരോട് ദുഷ്ടത പ്രവർത്തിക്കാനോ ഒന്നുമല്ല നമ്മളെ ദൈവം കണ്ടിരിക്കുന്ന. ദൈവത്തിന്റെ സ്നേഹമാണ് അവരോടൊക്കെ വെളിപ്പെടുത്തേണ്ടത്. നമ്മളെ ചിലപ്പോൾ ദ്രോഹിച്ചവരായിരിക്കും, നമ്മളെ ഏറ്റവും വേദനിപ്പിച്ചായിരിക്കും. പക്ഷേങ്കിൽ അവരോടൊന്നും ഒരിക്കലും നമ്മൾ തിരിച്ച് അതുപോലെ പെരുമാറാനും വേണ്ടിയിട്ടല്ല നമ്മൾ അവരോട് എപ്പോഴും ആരാണെങ്കിലും അവര് ഏത് വ്യക്തിയാകട്ടെ അവരോടൊക്കെ സ്നേഹമായിട്ട് തന്നെ അവരോട് നമ്മളുള്ള ദൈവ സ്നേഹത്തെ അവരോട് കാണിക്കാൻ വേണ്ടി നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. പ്രോവബ്സ് 24:10 വായിക്കാം. ആമേൻ. ഹാലേലൂയ. ഞാനത് വായിക്കാം. സാറമ്മ സിസ്റ്റർ എബ്രായലേഖനം 12 എടുത്തു. കഷ്ടകാലത്ത് നീ കുഴഞ്ഞപ്പോൾ നിന്റെ ബലം നഷ്ടം തന്നെ. ഹാലേലൂയ. സദൃശ്യവാക്യങ്ങൾ 24:10 കഷ്ടകാലത്ത് നീ കുഴഞ്ഞപ്പോൾ നിന്റെ ബലം നഷ്ടം. അപ്പൊ കഷ്ടതയുടെ കാലം വരുമ്പം നമ്മൾ കുഴഞ്ഞു പോകുകയല്ല വേണ്ടുന്നത്, നമ്മൾ ബലപ്പെടുകയാണ് വേണ്ടത്. ഹാലേലിയ. അവിടെ നമ്മൾ കുഴഞ്ഞു പോയാൽ നമ്മുടെ ബലം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കഷ്ടതകൾ വരുമ്പോൾ ഹാലേലിയ നമ്മൾ ആ കഷ്ടതകളെ ജയിച്ച് കയറാൻ വേണ്ട നമ്മൾ പലപ്പോഴും തളർന്നു പോകാറ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ കഷ്ടത മാറണമേ നല്ല ദൈവത്തോട് പറയേണ്ടത്, കർത്താവേ ഇപ്പൊ ആയിരിക്കുന്ന ഈ അവസ്ഥയെ ജയിച്ചു കയറാൻ വേണ്ട ദൈവകൃപ എന്റെ മേൽ പകരണേ. ദൈവത്തിന്റെ ബലം, ഈ ബലം എനിക്ക് പോരാ, ഈ ശക്തി എനിക്ക് പോരാ. കാരണം ഈ ബലത്തിലും ഈ ശക്തിയിലും ഞാൻ നിന്നാൽ ഞാൻ തളർന്നു പോകും, ഞാൻ ചിലപ്പോൾ ക്ഷീണിച്ചു പോകും, ഞാൻ ചിലപ്പോൾ പതറിപ്പോൻ ഇടയുണ്ട്. പക്ഷെ കർത്താവ് അവിടെയൊക്കെ നമുക്കൊരു അമിത ബലം തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കഷ്ടങ്ങളിലൂടെ ഒക്കെ തന്നെ നമ്മൾ കടന്നു പോകേണ്ട ആവശ്യകത നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹാലേലൂയ. എബ്രായലേഖനം 12 3 തുടങ്ങിയിട്ട് 5 വരെ ഒന്ന് വായിക്കാം.
ഒന്ന് തുടങ്ങാൻ വെച്ചാൽ 12-ാം അധ്യായം 3. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളവും എതിർത്തു നിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചിനെ ധ്യാനിച്ചുകൊള്ളുക. അപ്പൊ നമ്മളെയൊക്കെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കുമെന്ന് ആമേൻ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിന് അറിയായിരുന്നു. പരീക്ഷകളൊക്കെ വരുമ്പോ നമ്മൾ ക്ഷീണിച്ചു പോവും, മടുത്തു പോവും. അപ്പം പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് ജയിക്കാൻ വേണ്ട നല്ലൊരു ടിപ്പാണ് ഇവിടെ പറഞ്ഞു തന്നേക്കുന്നത്. നമ്മൾ ടിപ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ലൊരു ടിപ്പാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താ? നമ്മളൊരു ക്ഷീണിച്ച് മടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള വിരോധം സച്ചിനെ ധ്യാനിച്ചു. ആരാ? കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ധ്യാനിച്ചാൽ മതി. അത് നല്ലൊരു ഇതാണ്. ഞാൻ പണ്ടൊക്കെ എപ്പോഴും ഭയങ്കര സങ്കടമൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ക്രൂശിനെ എനിക്ക് ചിലപ്പോൾ ധ്യാനിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്താ വെച്ചാൽ ഈ ജീസസ് എന്ന സിനിമയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊരു പാട്ടിനകത്ത് ഹല്ലേലൂയ ആ വിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേ ചെയ്തിട്ട് അത് കാണും. കണ്ടിട്ട് അത് കണ്ടാൽ നമ്മൾ എപ്പോ കണ്ടാലും ആ പാട്ട് പഴയ തന്നെ നമ്മൾ കരയും. ആ വിഷൻസ് കണ്ട് എപ്പോ കണ്ടാലും നമ്മൾ കരയും. ഹല്ലേലൂയ. അപ്പൊ അത് കണ്ട് ഹല്ലേലൂയ എന്ന് കരയുമ്പോ ആ ക്രൂശിനെ കുറിച്ചുള്ള ഹല്ലേലൂയ ഒരു പിക്ചർ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ എത്ര നിസ്സാരമാണ്. ഹല്ലേലൂയ. കാരണം കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചത് കാണുന്ന സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നും അതിനകത്ത് അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നതാണ് ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ക്ഷീണിക്കും, ചിലപ്പോൾ മടുക്കും എന്ന് മനസ്സിലായതുകൊണ്ട് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചിനെ ധ്യാനിച്ചില്ല. അപ്പൊ ആരെങ്കിലും വലിയ ഭാരം വരുമ്പോ പ്രയാസം വരുമ്പോ ആ ഭാരത്തിന് മുമ്പിലേക്ക് നമ്മുടെ കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിക്കുന്നത് നമ്മുടെ ഭാരം ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ വേദന ഒന്നുമല്ല എന്ന് മനസ്സിലാകും. നമ്മുടെ ഞാൻ എപ്പോഴും അങ്ങനെ ആ സമയത്ത് ഒറ്റപ്പെടലിന്റെ സമയത്തൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുക, നമ്മളെ അന്വേഷിക്കാനായിട്ട് ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല, സഹോദരങ്ങളില്ല, ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ പല ദൈവത്തോട് പരാതി പറഞ്ഞ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്റെ ക്രൂശിലേക്കൊന്ന് നോക്കാം, അവിടെ എനിക്ക് ആരും ഉണ്ടാകുന്നില്ല പറഞ്ഞ അവസ്ഥ. അപ്പൊ ദൈവം എന്നോട് പലപ്പോഴും ഇതുപോലെ നമ്മുടെ അവസ്ഥയൊക്കെ തിരിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ മറുപടി ഉണ്ടാകത്തില്ല. കാരണം വെച്ചാൽ കർത്താവ് നമുക്ക് ചൂണ്ടി കാണിച്ചു തരുന്നത് ഹല്ലേലൂയ അതിനെക്കാട്ടി നമ്മൾ ഏത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കർത്താവ് പറഞ്ഞ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന അവൻ നമുക്ക് തുല്യമായി പാപം ഒഴിഞ്ഞ സകലത്ത് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടും. നമുക്ക് തുല്യമായിട്ടൊന്നുമല്ല, നമ്മളെക്കാട്ടി ഉപരിയായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം അവിടെയൊക്കെ കർത്താവ് ഹല്ലേലൂയ മനുഷ്യ ശരീരത്തിൽ തന്നെയായിരുന്നു നമ്മൾ ഓർക്കണം. നമ്മളൊക്കെ പലപ്പോഴും പലരും പറയും കർത്താവിനെ അങ്ങ് ദൈവമല്ലേ, അങ്ങ് ദൈവമായോണ്ട് അങ്ങേക്ക് ഇതൊക്കെ പറ്റി, ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അല്ല. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ഹല്ലേലൂയ പീഡ സഹിച്ചപ്പോഴൊക്കെ ദൈവത്വത്തിലല്ല ഹല്ലേലൂയ സഹിച്ചത്. ഹല്ലേലൂയ. അത് മനുഷ്യത്വ ദൈവത്വത്തിലാണെങ്കിൽ കർത്താവിനൊന്നും തൊടാൻ പോലും ആർക്കും കഴിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അവിടെ പിടിക്കാൻ ചെന്നവരെന്താ പറയുക, തെറിച്ചു പുറകിൽ ഞാൻ തന്നെ യേശു എന്ന് പുറകിലേക്ക് തെറിച്ചു പോയി നമ്മൾ. പക്ഷേ പക്ഷെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ മനുഷ്യനായി തന്നെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാ നമ്മുടെ ശരീരം ഒരു മുറിവ് അറ്റയാൽ എങ്ങനെ വേദനിക്കും, അതുപോലെ തന്നെ വേദന തന്നെയാണ് നമ്മുടെ അനുഭവിച്ച ഹല്ലേലൂയ. ഈ അടുത്ത സമയത്ത് ഒരിക്കലും യൂട്യൂബിൽ ഒരു ഡോക്ടർ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം സംഭവിച്ച വേദനയുടെ ആധിക്യത്തെ കുറിച്ച് ഡോക്ടർ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യനായി തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചിരുന്നത്. അപ്പൊ പാപികളാല് പാപമില്ലാത്ത നമ്മളൊക്കെ അത്യാവശ്യം പാപമൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. ഹല്ലേലൂയ. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പക്ഷേ ഇവിടെ പറയുന്ന പാപികളാൽ തനിക്ക്, അപ്പൊ പാപമില്ലാത്ത ഹല്ലേലൂയ എല്ലാ കോടതിയിലും മാറി മാറി വിസ്തരിച്ച് സകല കോടതിയിലും നിന്നിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഹല്ലേലൂയ ശിക്ഷയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ നോക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊക്കെ ചോദിക്കാറുണ്ട് കർത്താവേ ഹല്ലേലൂയ. നമ്മളൊക്കെ ചില നമ്മളൊരു തെറ്റ് ചെയ്തിട്ടാണ് ഇത് വന്നേ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു കള്ളം പറഞ്ഞിട്ടാണ് ഇതെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഇത് വന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ടല്ലേ. കാരണം തെറ്റ് ചെയ്തിട്ട് അടി കിട്ടിയ വിഷമമില്ല ആർക്കും അല്ലേ. പക്ഷെ തെറ്റ് ചെയ്യാതെ അടി കിട്ടിയാലോ ഭയങ്കര സങ്കടം, ഇരട്ടി സങ്കടം അല്ലേ. അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ, അല്ലെ ഞാൻ കൊച്ചുങ്ങളൊക്കെ നമ്മൾ പിടിച്ചിട്ട് വഴക്ക് പറയും അടിക്കുകയൊക്കെ ചെയ്യണ കൊച്ചുങ്ങളൊക്കെ പറയത്തില്ല ഞാനത് ചെയ്തിട്ടില്ല. അപ്പൊ ചെയ്തിട്ടില്ലാതെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അവർ വഴക്ക് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടം. കാരണം വെച്ചാൽ അവരാ തെറ്റ്. പക്ഷെ ഇവിടെ കർത്താവിന് നോക്കിക്കേ, ഒരു തെറ്റും ചെയ്യാതെ ഒരു കുറ്റവും ഇല്ലാതെ
പാപികളാലാണ് ഇത് എത്രയും സഹിച്ചത്. ആ ചെയ്ത ആ തിരിച്ച് യേശു കർത്താവ് ഉപദ്രവിച്ചത് എല്ലാം പാപികളാണ്. പക്ഷെ ആ പാപികളാൽ ആണ് ഉപദ്രവേറ്റത്. പക്ഷെ ഒരു പാവവും ഇല്ലാത്തവൻ. ഹല്ലേലൂയ. അതുപോലെ ആ ഒരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലാത്തപ്പോ നമുക്ക് ശിക്ഷ വരുമ്പോഴത്തേനും ഭയങ്കര സങ്കടം. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ തെറ്റ് ചെയ്യാതെ ഒരു പാപവും ചെയ്യാതെ പാപികളാൽ വിരോധം സഹിച്ച് ധ്യാനിച്ചു കൊള്ളുന്നവരാണ്. അടുത്ത് പറയുന്നത്, പാപത്തോട് പോരാ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തെ എതിർത്ത് നിന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ പാപത്തോട് പോരാട് നിങ്ങൾ ഇതിനെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. എത്രയോ ആൾക്കാർ പ്രാണൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നമ്മളൊക്കെ ആകെ പഠിച്ചിരി അത്രേ അതിലെ കൂടെ ഒക്കെ വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നില്ല, നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ ലൈഫ് പോകുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ വിഷമം, അല്ലേ? നമ്മൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ എപ്പോഴാ? നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തൊരു വഴിയുണ്ട്, അതിലേക്കൂടെ പോകാൻ ശ്രമിക്കാതെ നടക്കുന്നില്ല. അവിടെ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഞാനിപ്പോ ആഗ്രഹിച്ച കർത്താവ് ഇന്നത്തെ ദിവസം ഞാൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാൽ നാളെ എങ്ങനെ, ആ മാസം എങ്ങനെ, ഈ മാസം എങ്ങനെ എന്നൊക്കെ. പക്ഷേ റൂട്ടെല്ലാം ഡൈവേർട്ട് ചെയ്ത് പറഞ്ഞിടാൻ തുടങ്ങും. ഈ റൂട്ടൊക്കെ ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത വഴി കൂടെ ഒന്നും നമ്മളെ വിടത്തില്ല. ദൈവം വേറെ വഴി കൂടെ നമ്മൾ വിടാത്തോണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങും. പക്ഷെ ഇവിടെ പറയുന്ന പ്രാണത്യാഗത്തോളം. ഹല്ലേലൂയ. ആ പ്രാണൻ ത്യജിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആരും വന്നിട്ടില്ല. നമ്മൾ അങ്ങനെ എതിർത്ത് നിൽക്കാൻ വന്നിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്നിട്ട് നിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയേ മരുത്. ഹല്ലേലൂയ. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല. അപ്പൊ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ചില ശിക്ഷകൾ വരുമ്പോ ചില ശിക്ഷ എന്ന് പറയാൻ പറ്റും, ചില ശിക്ഷണം എന്ന് പറയാൻ പറ്റും. നമ്മളെയൊക്കെ ശരിയായ ഒരു ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് ചിലതൊക്കെ നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. ചില പ്രൊവിഷൻസ് ഒക്കെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ദൈവം കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത്. ഇന്നലെ ഷാജി പ്രസംഗത്തിൽ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ച്, നസ്രാൻ എന്ന് വിളിക്കപ്പോഴാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അതിന് കാരണമായത് ഹെരോദാവിന്റെ മകൻ അവിടെ വാഴുന്നു എന്ന് കേട്ടപ്പോൾ അവർ എവിടേക്ക് പോകാൻ ഭയപ്പെട്ട് മറ്റിടത്തേക്ക് കടന്നു പോയപ്പോഴാണ് അങ്ങനെ ഒരു വിളിപ്പേര് വീഴ. കാരണം അത് ദൈവത്തിന്റെ തിരുവഴുത്തിൽ നേരത്തെ എഴുതിയത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക കേട്ട ചിരി വന്നിരിക്കുക. അന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഹൂദനായ യേശുവെ എന്ന് പറയാറില്ല ആരും. ഹല്ലേലൂയ. ബെത്ലഹേമിലെ യേശു എന്നാരും പറയാറില്ല. ഹല്ലേലൂയ. ഇസ്രായേലിലെ യേശു എന്നാരും പറയും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നസ്രായ യേശുക്രിസ്തുവിന്റെ നാമത്തെ. ആ നസ്രായൻ എന്ന പേര് വരാൻ കാരണം അവിടെ ഒരു വാഴ്ച നിന്ന്, ആ വാഴ്ച കാരണം അവർ ഭയപ്പെട്ട് മാറിപ്പോയത് കൊണ്ട് അവിടെ പോയി താമസിച്ചപ്പോഴാണ് അങ്ങനെ ഒരു പേര് വീണ. ആ പേര് ഇന്നും ജനങ്ങൾ നാവിന്മേൽ എടുക്കുന്നെങ്കിൽ അതിന് കാരണം അവിടെ നമ്മളെ ഭയപ്പെടുത്താൻ രീതിയിൽ ഒരു വാഴ്ചയാണ്. ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അതൊക്കെ ആയിട്ട് കാരണമായിട്ടാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതും നമുക്ക് ചിലപ്പോൾ നല്ല പേര് മറ്റുള്ളവർ മാനിക്കുന്ന രീതിയിലേക്കൊക്കെ ദൈവത്തിന്റെ അഭിഷിക്തനെന്നോ അഭിഷിക്തെന്നോ ദാസനെന്നോ ദാസിയെന്നോ ഒക്കെ വിളിപ്പേര് വരാൻ കാരണമാകുന്ന അവസ്ഥകൾ. ആരും സമൃദ്ധിയോ കുടുംബിയോ ഇരുന്നപ്പോ ആരും കർത്താവിനെ കണ്ടുമുട്ടതായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ പലരും നമ്മുടെ ജീവിതത്തിന്റെ ചില പ്രയാസഘട്ടങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ ഇതിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ആണ് നമ്മൾ ദൈവമായിട്ട് കൂടുതൽ അടുത്ത് കണ്ടുമുട്ടുന്നതും, കൂടാതെ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നത്. ദൈവത്തോട് കൂടുതൽ വിട്ടുപിരിയാതെ ആയ അവസ്ഥയിലൂടെ കടന്നു പോകുന്നപ്പോഴും നമ്മുടെ പ്രയാസത്തിൽ തന്നെയാണ്, കഷ്ടതയിൽ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവം ചിലപ്പോഴൊക്കെ നമ്മളെ പരീക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ശിക്ഷണത്തിലൂടെ ഒക്കെ നടത്തി ടെസ്റ്റിലൂടെ ഒക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ മുഷിയരുത്. കാരണം കർത്താവ് എന്റെ ശിക്ഷ നിരത്തി അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു. അപ്പൊ നമ്മള് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇന്നലെ കണ്ടിരുന്നുണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ദൈവത്തിന് എന്നെയുള്ള വിശ്വാസത്തെ ഓർത്ത് ഞാൻ ഭയങ്കര ദൈവത്തിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കാണാം ഒരു കാര്യം ഉറപ്പുണ്ട്, ഇവളെ ഇതിലേക്കൂടെ ഒക്കെ കടത്തി കിട്ടാൽ ഇവളിവിടെ തന്നെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്ര വലിയ പരീക്ഷ കിട്ടും. അപ്പൊ അതുകൊണ്ട് കർത്താവ് സ്നേഹിക്കുന്നവരെ മാത്രമല്ല, കർത്താവ് വിശ്വസിക്കുന്നവരൊക്കെ കർത്താവ് ശേഷിക്കുന്നു, അല്ലെ? കാരണം ഇപ്പോഴും എത്ര വർഷമായിട്ട് ദൈവസന്നിധി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും, ഒരു പ്രാർത്ഥനകളും മുടക്കാതെ ദൈവസന്നിധി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചോദിച്ച ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയി ചോദിച്ചൊരു കാര്യം ഇതുവരെ തന്നിട്ടില്ല, എന്നിട്ട് ഇരിക്കുന്നത് എന്താ? കർത്താവിനറിയാം. ഹല്ലേലൂയ. അത് കൊടുക്കാൻ കുറച്ച് വൈകിയാൽ ഇവിടെ തന്നെ കാണും. ഇത് വിട്ടിട്ട് മാറിയിരിക്കത്തില്ല എന്ന് ഒരു ഉറപ്പ് ദൈവത്തിനുണ്ട്. ആ ദൈവത്തിന് നമ്മളെ കുറിച്ച് വിശ്വാസമാണ്. അല്ലാതെ കിട്ടുമ്പോൾ വരും, കിട്ടാത്തവ പോകും, അല്ലെങ്കിൽ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി നടക്കത്തില്ല. ഹല്ലേലൂയ. കാരണം
ആമേൻ ഹല്ലേലൂയ. ഇവരെയൊക്കെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ ഓരോരുത്തരെയും വേർതിരിക്കുന്ന ദൈവത്തിന് അറിയാം അവരെ കുറിച്ച്. നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിൽ എന്താണ്, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിലിരിക്കണം. ചില ദൈവ സമയത്ത് നമ്മൾ ചോദ്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവത്തോട് നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലും ദൈവം നമ്മളോട് മുഷിയത്തൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാ ദൈവത്തിന് അറിയാം നമ്മൾ എന്ത് മനസ്സോടു കൂടി ഇത് ചോദിക്കുന്നതെന്ന്, ഏത് ഹൃദയത്തോടു കൂടി നമ്മൾ കർത്താവ് കൃത്യമായിട്ട് അറിയാം. ഹല്ലേലൂയ. ചില ഒക്കെ പറഞ്ഞ ദൈവത്തോട് അങ്ങനെ ചോദ്യം ചോദിക്കാൻ പോലെ, പക്ഷെ അത് വെറുതെയാണ്. നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം എത്രത്തോളം ആഴമാണ് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ആ ചപ്പന്മാരെ നമ്മളെ അമ്മയോട് നമ്മുടെ അപ്പനോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ? ഉണ്ട്. ഇതെന്താ അതെന്താ, അല്ല എന്തുകൊണ്ട് എനിക്ക് തരാത്ത എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ? അപ്പൊ അതൊക്കെ ചോദിക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ ദൈവത്തിന് നന്നായി നമ്മളെ അറിയാം. ദൈവത്തിന് നമ്മളെ അറിയില്ല, പിന്നെ ആർക്കാ നമ്മളെ അറിയാം? അപ്പൊ കർത്താവിന് നമുക്ക് ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മൾ സ്നേഹിക്കുന്നവരെയാണ് കർത്താവ് ശിക്ഷിക്കുന്നത്. അല്ലാത്തവരെ ആരും ദൈവം ശിക്ഷിക്കത്തില്ല. 1 പത്രോസിന്റെ 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കാം. 1 പത്രോസ് 4:12-13. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന വിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളി. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിട്ട് വരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഒരു അഗ്നിശോധനയുടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അതൊരു അപൂർവ കാര്യമാണെന്ന് വിചാരിച്ചാൽ അതിശയിച്ചൊന്നും പോകണ്ട. ഹല്ലേലൂയ. അത് അപൂർവ കാര്യമൊന്നുമല്ല, ഇതൊക്കെ സാധാരണ കാര്യമാണ്. ഹല്ലേലൂയ. ഒരുപാട് പരീക്ഷയിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്നത്, നമ്മളോട് പറയുന്നത്. എന്നിട്ട് അടുത്ത, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളും. അപ്പൊ ക്രിസ്തു മുഖാന്തരം കഷ്ടം അനുഭവിക്കണം. നമ്മളൊക്കെ ഇന്ന് പലപ്പോഴും അനുഭവിക്കുന്ന കഷ്ടമൊന്നും ക്രിസ്തു മുഖാന്തരം ഒന്നും അല്ല. ഇതൊക്കെ നമ്മുടെ സ്വന്തം ജീവിതത്തിലെ മണ്ടത്തരങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന കഷ്ടങ്ങളൊക്കെയാണ്. പക്ഷെ ക്രിസ്തു മുഖാന്തരമാണ് ഒരു കഷ്ടം നമ്മളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തിയൊക്കെ ചെയ്യുന്നത്. നമ്മൾ കർത്താവിന്റെ മക്കളായി മാറിയത് കൊണ്ടാണെങ്കിൽ നമ്മൾ അതുപോലെ കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സന്തോഷിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാല് അപ്പൊ ആ കഷ്ടങ്ങളെ പങ്കുള്ളവരാകും തോറും, അപ്പൊ ആ കഷ്ടങ്ങൾ കൂടും തോറും നമ്മൾ സന്തോഷം കൂടി വരണം എന്നുള്ളതാണ് ഇവിടെ. അടുത്ത അതിന് കാരണം എന്താ? അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. അപ്പൊ തേജസ്, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ തേജസ്സിന്റെ പ്രത്യക്ഷ പലർക്കും അവിടെ കർത്താവിനോടൊപ്പം വസിക്കാനുള്ള അവസരം ലഭിക്കാതെ വരും. പക്ഷെ നമുക്കത് ലഭിക്കും. നമ്മൾ അവിടെ സന്തോഷിച്ചുല്ലസിക്കും. ഇന്ന് നമ്മൾ കാണുന്ന യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ ഇവിടെ ദുഷ്ടന്റെ വഴികളൊക്കെ, ദുഷ്ടനെ അവന്റെ അതരത്തിൽ മാത്രമേ ഉള്ളെങ്കിൽ അവന് എല്ലാ സമൃദ്ധിയായിട്ട് കൊടുക്കുക. പക്ഷെ അവിടെ അവരിവിടെ സന്തോഷിക്കുമ്പോൾ നമ്മൾ അവിടെ സന്തോഷിക്കും. അന്നായിരിക്കും അവര് നമ്മള് ധനവാന്റെ ലാസറിന്റെയും കഥ ഇതില് കണ്ടതുപോലെ ധനവാൻ ധനത്തിൽ മതിച്ചു പുളച്ച് ജീവിച്ച് പക്ഷേങ്കില് യാതനാ സ്ഥലത്തുകൾ നിലവിളിക്ക് നമ്മൾ കാണും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് കൂടിയൊക്കെ സന്തോഷം. ദുഷ്ടന്മാർ എത്ര പറഞ്ഞാലും കേൾക്കില്ലെങ്കിൽ അവരുടെ സ്ഥിതി യാതനാ സ്ഥലത്തേക്കും നരകത്തിലേക്ക്. പക്ഷെ നമ്മളത് കാണുമ്പോൾ സന്തോഷം നമുക്ക് തോന്നുന്നത്. കാരണം കർത്താവ് നമ്മളെ ഏൽപ്പിച്ച വേലയാണ്, നമ്മളെ ഏൽപ്പിച്ച ജോലിയാണത്. അവരെല്ലാം നേടുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവരങ്ങനെയൊക്കെ പൊയ്ക്കോട്ടെ, അവരെ ഞാൻ അവിടെ കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുക എന്നല്ല നമ്മുടെയൊക്കെ മനസ്സിൽ വരേണ്ടത്. നമ്മുടെയൊക്കെ മനസ്സിൽ അവർക്ക് വേണ്ടി അവരെ നേടാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ കർത്താവ് യേശുക്രിസ്തു വെളിപ്പെടണം. ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന പലരും ഉണ്ടെന്ന് നമുക്കറിയാം. എനിക്കറിയാം. രഹസ്യ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദൈവത്തോട് പലപ്പോഴും ചോദിക്കാൻ, കർത്താവ് എന്തുകൊണ്ട് ഇത്, കർത്താവ് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന്. പക്ഷേ ആ ചോദ്യം ചോദിക്കലും നിർത്തുക. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കുന്ന നിർത്തിയിട്ട് കർത്താവേ ഞാൻ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. കർത്താവ് എന്റെ ജീവിതത്തിൽ ഇതാ നിൽക്കുന്നത്, എനിക്ക് മനസ്സിലായി, ഇത് എന്തുകൊണ്ടാണ് എന്റെ ദൈവം എനിക്ക് തന്നേന്ന് മനസ്സിലായി. ദൈവം എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകുന്നത്. പക്ഷെ കർത്താവേ അടുത്ത് ഞാൻ എന്ത് ചെയ്യണം? എന്ത് കൊണ്ട് എന്ന് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നിർത്തുക. വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചു ദൈവത്തിന്റെ അടുക്കിലേക്ക് ദൈവം നമ്മളോട് അപ്പോൾ സംസാരിക്കുന്ന ഈ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പൊ ആ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു അതിലേക്ക് മുന്നേറുക. യിരെമ്യാ പ്രവാചകൻ ചോദിച്ചു. അതുപോലെ പലരും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളും ചോദിക്കുമ്പോൾ കർത്താവ് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാനുള്ളവരല്ല. അടുത്തൊരു ലെവലിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ നമ്മൾ കയറുന്ന ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം എന്തിനു വേണ്ടി ഇത് തരുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നേറുക. വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.